മുരളിയേട്ടൻ എന്താ ഇവിടെ ഒരു സ്വാതന്ത്ര്യക്കുറവ്? അല്ല, നമ്മൾ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയണം. മുരളിയേട്ടൻ ജോലി വിടുവോ വിടാതിരിക്കോ ചെയ്യും, അതൊക്കെ മുരളിയേട്ടന്റെ ഇഷ്ടം. പക്ഷേ വിടുന്നതിന്റെ കാരണം വ്യക്തമായിട്ട് അറിയണം. അത്രയും വലിയൊരു കാരണം ഇല്ലാതെ മുരളിയേട്ടൻ മാറിപ്പോവില്ല. മുരളിയേട്ടൻ ഇവിടുത്തെ ആളല്ലേ? ആ, അതുകൊണ്ടാണ് ഞാൻ ജോലി വിടുന്നത്. ഞാൻ ഇവിടുത്തെ ആളാ. പക്ഷേ നന്ദനെ കാണാതായിട്ട് നിങ്ങൾ ആരും അത് ഗൗരവത്തിലെടുക്കുന്നില്ല. ചോദിക്കുന്നതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടിയും പറയുന്നില്ല. ഇനിയും നന്ദനെ ഞാൻ അന്വേഷിക്കാൻ പോവാ. ഞാൻ അവനെ കണ്ടുപിടിക്കും. ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങുന്നത് ഇനി ദേവിക്ക് ഇഷ്ടമായില്ലെങ്കിലോ? അതാ പിന്നെ ഞാൻ ജോലി വിടാന്ന് വിചാരിച്ചത്. അവനെന്റെ കൂട്ടുകാരനല്ല, കൂടപ്പുറപ്പാ. ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവർ. വലിപ്പച്ചെറുപ്പം ഞങ്ങൾക്കിടയിലില്ലായിരുന്നു. അവൻ അറിയാത്ത കാര്യങ്ങൾ എനിക്കോ ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവനും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോ അവനെ കാണാതായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ജോലിയാ പ്രധാന തടസ്സം. ദേവികയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ലേ എന്തും പ്രവർത്തിക്കാൻ പറ്റൂ. മുരളിയേട്ടൻ എന്റെ സ്റ്റാഫ് അല്ല, സഹോദരനാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാ മുരളിയേട്ടൻ. മുരളിയേട്ടനെ ഞാൻ എന്റെ ഡ്രൈവർ ആക്കിയത് സ്വന്തം സഹോദരൻ എപ്പോഴും കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തില. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ആ സഹോദരൻ ഒരു കാരണം കണ്ടുപിടിച്ച് എന്നെ ഒറ്റയ്ക്കാക്കി പോവുക. ശരി മുരളിയേട്ട, പൊക്കോ. അല്ല ദേവിക, ഞാൻ കുഴപ്പമില്ല മുരളിയേട്ടൻ ജോലി വിട്ടോ. സ്വാതന്ത്ര്യവും സമാധാനവും ശാന്തിയും ഒക്കെ ആസ്വദിക്കേ. ദേവിക, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മുരളിയേട്ട, നന്ദുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹരിയങ്ങൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നീക്കുക. എനിക്ക് നല്ല ധൈര്യമുണ്ട് നന്ദുവിനെ ഉടൻ തന്നെ കാണാൻ പറ്റുമെന്ന്. 100% ഉറപ്പോടെ പറയുക. സത്യമാ മുരളിയേട്ട. നമ്മുടെ മുരളിയേട്ടന്റെ മുന്നിൽ സത്യം ചെയ്ത് പറയണോ? ചേച്ചി ആ താക്കോലിങ് തന്നെ ഇത് പിടിച്ചേ. അപ്പൊ ശരി മുരളിയേട്ടാ, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ശരി, നാളെ കാണാം. ഹലോ ഡ്രൈവറെ, നാളെ കുറച്ച് നേരത്തെ വരണം. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട്. ശരി മാഡം. നന്ദുവിനോടുള്ള മുരളിയേട്ടന്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം, നന്ദുവിനെ നമ്മൾ കണ്ടുപിടിക്കും. ശരി. മോളെന്താ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഭക്ഷണം കഴിക്കണ്ടേ? ഗിരിയെ വിളിക്ക്. എന്താ മോളെ, നന്ദനെ പറ്റി ആലോചിച്ചോണ്ട് നിൽക്കുക എപ്പോഴും? അതെ അമ്മ, എന്റെ അനിയൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏയ്, നീ ഇങ്ങനെ അനാവശ്യമായിട്ടൊന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അല്ലമ്മേ, ഓരോന്ന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ദുസ്സൂചനകളാ. ഇപ്പൊ എന്തുപറ്റി ഇങ്ങനെ തോന്നേ? അമ്മേ, അവന്റെ ഡയറിയിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടി. അത് വായിച്ച പേടിയാവും. ജീവിതം മടുത്തതുപോലെ എഴുതി വെച്ചിരിക്കുന്ന. അമ്മ, അത് കുറിപ്പൊന്നുമല്ല, ഡയറിയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അതിപ്പോ ആരുടെ ഡയറി പരിശോധിച്ചാലും ഇതുപോലുള്ള കുറിപ്പൊക്കെ കാണാൻ പറ്റും. അല്ലടാ, എന്നാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അതൊക്കെ ഗൗരവമായിട്ട് എടുക്കണം. ആ കുറിപ്പൊക്കെ പോലീസിനെ ഏൽപ്പിക്കണ്ടേ? അമ്മേ, അവിടെ ആർക്കും ഇതൊന്നും അത്ര താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നേ. അമ്മ പറഞ്ഞു അച്ഛനും ദേവികയ്ക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത പോലെയാ പെരുമാറുന്നതെന്ന്. ഗിരിക്കും അങ്ങനെ തന്നെയാ. നന്ദൻ അപകടമൊന്നും പറ്റിയില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്.
പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? പിന്നെ സിദ്ധാർത്ഥൻ സാറും ഹരി സാറും ഒക്കെ നല്ല ആത്മവിശ്വാസത്തിലാണ്. അപ്പൊ പിന്നെ നമ്മളെന്തിനാ ഭയന്നിരിക്കുന്നത്? പാവം അമ്മ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടതുപോലെയാ. മനസ്സിന് സമാധാനം കിട്ടാനാ ജോത്സ്യനെയും പൂജാരിയൊക്കെ കാണാൻ പോകുന്ന. എനിക്കറിഞ്ഞൂടമ്മേ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നേന്ന്. അവൻ വലിയ പ്രശ്നങ്ങളുടെ നടുവിലാ. ഋഷിയെ കൊന്നൊക്കെ അവൻ പറഞ്ഞത് തന്നെ വെറുതെയാണെന്ന് തോന്നുന്നേ. ഭീകര സംഘടന പോലെ ആരെങ്കിലും ഒക്കെ ഭീഷണിപ്പെടുത്തി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോന്നും അറിയില്ല. 2 ദിവസം കൂടി നോക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങും പോലീസിനെ മന്ത്രിയൊക്കെ കാണാൻ. മോളിപ്പോ വാ, കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. വാ. ഇത് കുടിക്കേ. ഭഗവാനെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രി പോണോ? എന്താ അമ്മേ, എന്താ പറ്റിയേ? പെട്ടെന്ന് എന്താ ഇങ്ങനെ? ചേച്ചിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നതാ രണ്ടുപേരും. പെട്ടെന്നൊരു ശ്വാസം മുട്ടല്, വലിയോട് വലി. ദേ കണ്ടില്ലേ? അസുഖക്കാരനാണോ പ്രായമായ ആളാണെന്നോ വല്ല വിചാരമുണ്ടോ? എപ്പ നോക്കിയാലും നന്ദമോൻ ദേവിക മോള്. ഇത് ആലോചിച്ചോണ്ടിരുന്ന പിന്നെ എങ്ങനെയാ? എന്താ അച്ഛാ ഇത്? നിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സമാധാനം പോയി. ശ്വാസം മുട്ടുള്ളതല്ലേ, സാരമില്ല. അമ്മേ, ശ്വാസമുട്ടലിന് ഗുളികയൊന്നും കൊടുത്തില്ലേ? അതൊക്കെ കഴിച്ചതാ മോളെ. അച്ഛാ, ഞാൻ 100 വട്ടം പറഞ്ഞു ദയവായിട്ട് ഇങ്ങനെ എന്നെ കുറിച്ച് ആലോചിച്ച് ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കല്ലേന്ന്. അച്ഛന് ചേച്ചിയുടെ സന്തോഷമാണോ അച്ഛന്റെ സന്തോഷമാണോ പ്രധാനം? ചേച്ചിയുടെ സന്തോഷം അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേച്ചിയെ ചേച്ചിയുടെ ഇഷ്ടത്തിന് വിട്. നിങ്ങൾക്ക് പറയാൻ എളുപ്പാ. അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ ഒരു വിങ്ങലും വേദനയൊക്കെ. മോളെ, നിനക്കൊരു നാഥനില്ലാന്ന് തോന്നലാ എന്നെ സമാധാനം കെടുത്തുന്നത്. നാഥനോ എന്ന് വെച്ചാ ഭർത്താവിനെയാണോ നാഥനെന്ന് ഉദ്ദേശിച്ചത്, അതോ രക്ഷകർത്താവിനെയോ? ചേച്ചി പ്രായപൂർത്തിയായ ആളാ. ചേച്ചിയുടെ നാഥനും നാഥയും ഒക്കെ ചേച്ചി തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദൻ നിനക്ക് താലി കെട്ടിയ ആളാ. നന്ദനെ ഒന്ന് കണ്ടുകിട്ടിയെന്ന് അറിഞ്ഞാ എന്റെ പകുതി പ്രയാസം മാറും. പാതി പ്രയാസം മാറ്റി വെക്കണ്ട. അച്ഛന് സമാധാനാവുന്ന രീതിയിലാ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നുവെച്ചാ അച്ഛാ, നന്ദുവിനെ കണ്ടെത്തുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോവല്ലേ? ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നന്ദുവിനെ കണ്ടുപിടിക്കും, അതുറപ്പാ. മോളെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയല്ലോ. അല്ല അച്ഛാ, സത്യമാ. അച്ഛൻ നോക്കിക്കോ, അധികം വൈകാതെ നന്ദു ചന്ദ്രത്തേക്ക് വരും. നേരാണോടി ദേവി പറയുന്നത്? വല്ല വിവരമൊക്കെ കിട്ടിയോ? ഏയ്, ചുമ്മാ പറയുന്നതായിരിക്കും. ഇത് അച്ഛനെ ഒന്ന് സമാധാനിപ്പിച്ചതാ. അല്ല, ദേവിക മോൾ അങ്ങനെ കള്ളൊന്നും പറയില്ല. ആ, അത് നേരാ. ചിലപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും വിവരം കിട്ടിക്കാണും. ചുമ്മാ ഞങ്ങൾ
പറ്റിക്കല്ലേ? പിന്നല്ലാതെ പറഞ്ഞു പറ്റിക്കാൻ ചേച്ചി മിടുക്കിയാണല്ലോ. ഡി, നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്താ വേണ്ടേ? ആണോന്ന് ചോദിച്ചാ ആണ്, അല്ലേന്ന് ചോദിച്ചാ അല്ല. ഒന്നും പറയാതിരിക്കാനും പറ്റൂല. എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എടി, മാധവട്ടം വിഷമിക്കാതെ. മോള് പറഞ്ഞത് സത്യമായിരിക്കും. കേറി വാ കെവിൻ. നന്ദനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണല്ലേ? ഒരു വിവരവും കിട്ടിയിട്ടില്ല കെവിൻ. കെവിനെ, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? അവനെ പറ്റി വല്ലതും ഇതുവരെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞോ? നന്ദനെ പറ്റി ഞങ്ങൾ എന്തു പറയും? അവൻ എവിടാണെന്നൊന്ന് അന്വേഷിക്കാൻ പോലും പറ്റുന്നില്ല. എവിടെയാണോ എന്റെ മോൻ? സത്യം പറഞ്ഞ ഇനി ചന്ദ്രോത്ത് ഇല്ലാന്ന് തന്നെ തീർച്ചപ്പെടുത്തിയതാ. ഇസബലെ അപമാനിച്ച് ഇവിടുന്ന് പറഞ്ഞയച്ചത് അവള് പറഞ്ഞു. ആന്റി അങ്കിളും അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി കളഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കും ബെല്ലയ്ക്കും നന്ദൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അതെത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ആന്റി അറിയിക്കണമെന്ന് തോന്നി. അതാ ഇങ്ങോട്ട് വന്നത്. എന്താ കെവിൻ, എന്താ കാര്യം? നന്ദന്റെ കാര്യം തന്നെയാ. നന്ദന്റെ കാര്യോ? എന്താ കെവിൻ? ആന്റി ടെൻഷൻ ആകണ്ട. പറ കെവിൻ, നന്ദന്റെ എന്ത് കാര്യമാ? ആന്റി, എൻ്റെ ഒരു കൂട്ടുകാരനൊരു സുധീർ, അവൻ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിരുന്നു. അവിടെ പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോൾ തിരക്കിനിടയിൽ പെട്ടെന്നൊരാളെ കണ്ടു. നന്ദൻ. നന്ദനെ മധുരയിൽ കണ്ടെന്നോ? പറയട്ടെ ആന്റി, ഈ സുധീർ നന്ദനെ ഒരിക്കൽ എന്നോടൊപ്പം കണ്ടിട്ടുണ്ട് ഓഫീസിൽ വെച്ച്. അതിൻ്റെ ഒരു ചെറിയ ഓർമ്മ സുധീറിനുണ്ടായിരുന്നു. തിരക്കിനിടയിൽ നന്ദനെ കണ്ടപ്പോൾ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ട കാര്യം ഓർമ്മ വന്നു. അപ്പൊ തന്നെ സുധീർ എന്നെ വിളിച്ച് കാര്യവും പറഞ്ഞു. ഒന്ന് സംസാരിക്കാന്ന് വെച്ച് തിരിഞ്ഞപ്പോൾ നന്ദനെ കാണാനുമില്ല. അവൻ എങ്ങോട്ടോ പോയി കഴിഞ്ഞു. സുധീർ അവിടെ അരിച്ചു പറിക്കുന്ന പറഞ്ഞ്. അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും കണ്ടെത്താൻ പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ എവിടെന്ന് വെച്ചാൽ തിരക്കുക. കെവിൻ, എനിക്ക് ഉടനെ മീനാക്ഷി ക്ഷേത്രത്തിൽ പോണം. കെവിൻ, ആ കൂട്ടുകാരനെ വിളിക്ക്, ഇങ്ങോട്ട് വരാൻ പറ. നമുക്കൊരു കാർ എടുത്ത് മധുരയിലേക്ക് പോവാം. അയ്യോ, മധുര പോലുള്ള സ്ഥലത്ത് നമ്മൾ അവൻ എവിടെയെന്ന് വെച്ചാൽ തിരക്കുന്നേ. അതുമല്ല, ചിലപ്പോൾ ആ സുധീർ നന്ദനെ പോലെ വേറൊരാളെ കണ്ടിട്ട് നന്ദനാണെന്ന് തോന്നിയതോ ആവാലോ. അവൻ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് ആന്റി അറിയിക്കണമെന്ന് തോന്നി വന്ന് പറഞ്ഞതാ. ചിലപ്പോ നന്ദനാകാം, ആകാതെ ഇരിക്കാം. ഞാൻ എന്തായാലും സിദ്ധുവിനെയും ദേവികയൊക്കെ അറിയിക്കാം. അവര് മധുരയിലേക്ക് പോട്ടെ, നന്ദനെ കണ്ടുപിടിക്കട്ടെ. കൂട്ടുകാരൻ മുമ്പ് നന്ദനെ കണ്ടിട്ടുള്ള സ്ഥിതിക്ക് തോന്നിയതൊന്നും ആയിരിക്കില്ല. നന്ദൻ തന്നെയാവും. ദേവി, എന്റെ മോനെ ദേവിയുടെ അടുത്ത് തന്നെ നിർത്തിക്കോണേ. ആന്റി, ഒരു കാര്യം കൂടി. ആന്റിയെ പേടിപ്പിക്കാനായിട്ട് പറയുന്നതല്ല. എന്താ കെവിൻ? അടുത്ത കാലങ്ങളിൽ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ എന്നോട് അവനൊരു കാര്യം പറയാറുണ്ടായിരുന്നു. എന്താ കെവിൻ? മരിച്ചു കളയാനാ തോന്നിയെന്ന്. ചിലപ്പോ ചില സാഹചര്യങ്ങൾ എല്ലാരും പറയുന്ന പോലെ വെറുതെ അങ്ങ് പറഞ്ഞതും ആവാം. ചിലപ്പോ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. എല്ലാം കൂടി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോ കെവിൻ,
നന്ദൻ കെവിനോട് ആത്മഹത്യയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ? ആന്റി ടെൻഷൻ ആവണ്ട, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആന്റി ഞാൻ ഇറങ്ങട്ടെ. അങ്കിളൊക്കെ വന്ന് ഞാനിവിടെ നിൽക്കുന്ന കണ്ടാ പിന്നെ അത് ദേഷ്യമാവും. അല്ല, അങ്കിളും ദേവിയൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാ നന്ദനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അവൻ എവിടെയാണെങ്കിലും തിരിച്ചു കൊണ്ട് വരണോ ആന്റി? എന്തായാലും ഞാൻ ഇറങ്ങുവാ. ഷാരി, മോളെ ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോവാ. അമ്മയോടൊന്ന് പറഞ്ഞേക്കണേ. ചേച്ചി ഇത് എവിടെ പോവാ? ഞാൻ വന്നിട്ട് പറയാം. കാര്യങ്ങൾ ഇത്തിരി പ്രശ്നങ്ങളിലേക്ക് നീങ്ങ. ചേച്ചി പ്രശ്നം എന്താ? പറ, കാര്യം പറഞ്ഞിട്ട് പോ. അത് പിന്നെ നന്ദുവിനെ തുണി ഒന്നും ഉണങ്ങിയിട്ടില്ല. ഞാൻ വന്നിട്ട് പറയാം. ചേച്ചി പോയിട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കാം. ശരി ചേച്ചി ചെല്ല. അമ്മ ഞാൻ ഇറങ്ങാ. എന്താ മോളെ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലമ്മേ. അല്ല, നിന്റെ മുഖം കണ്ടാൽ അറിയാലോ. അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എവിടെ പോകുന്നേ? എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്? നന്ദനെ പറ്റി വല്ല വിവരം കിട്ടിയോ? എന്താ രാധിക? ദേവിക ആകെ വിഷമിച്ച് നിക്ക. വെപ്രളപ്പെട്ട് എങ്ങോട്ടാ പോവാന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്താ മോളെ, എന്തു പറ്റി? എന്താണെങ്കിലും നീ ഞങ്ങളോട് പറഞ്ഞിട്ട് പോ. നന്ദമ്മോന്റെ വിവരമല്ലോ അറിഞ്ഞോ? എന്റെ ദൈവമേ, ഇത് എന്തൊരു കഷ്ടമാച്ചാ. ദേ ചേച്ചി നിങ്ങളുടെ മകള് മാത്രമല്ല, ഈ നാട്ടിലെ MLA കൂടിയാ. രണ്ടുപേരും അത് മറക്കണ്ട. വീട്ടിനകത്ത് അടച്ചിരുന്നാലേ മണ്ഡലത്തിലെ ആൾക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. നാട്ടുകാര്യങ്ങൾ നോക്കണം. MLAക്ക് രാവിലെ 2 കല്യാണം, ഉച്ചയ്ക്കൊരു മരണം, കല്ലിടൽ, നാടമുറിക്കൽ, അങ്ങനെ സാമൂഹിക പ്രശ്നങ്ങൾ കുറെ കിടക്കുക. അപ്പൊ പിന്നെ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചേച്ചി ചെല്ല്. അച്ഛന്റെ അമ്മയുടെ സംശയമൊക്കെ ഞാൻ തീർത്തു കൊടുത്തോളാം. അതെ അമ്മേ, കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് പോകുന്നത്. പോയിട്ട് വരാച്ച. ശാരി, സത്യം പറ, ദേവിക എവിടെ പോന്നേ? എന്റെ അമ്മേ, ദയവ് ഇത് ടെൻഷൻ അടിക്കാതെ ഒന്ന് സമാധാനപ്പെട്. അച്ഛനും അമ്മയ്ക്ക് സമാധാനം കിട്ടണമെങ്കിൽ മക്കള് വിചാരിക്കണം. മക്കള് സന്തോഷത്തോടെ കഴിയുന്ന കണ്ടാലേ രക്ഷകർത്താക്കൾക്ക് ശാന്തത കിട്ടും. അതിനൊക്കെ ഭാഗ്യം വേണം. ഇവിടെ 2 മക്കളിൽ ഒരാൾ കല്യാണം കഴിച്ചത് മുതൽ ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് കരഞ്ഞു ജീവിക്കുന്നു. വേറൊരാളുടെ കല്യാണക്കാര്യം വേണ്ട, എന്നെ കൊണ്ട് ഒന്നും പറയിക്കണ്ട. പറഞ്ഞ കൂടിപ്പോവും. സമാധാനപ്പെടണം പോലും, അവളുടെ ഒരു സമാധാനം. മോളെ, അമ്മ പറഞ്ഞത് സത്യ. നിങ്ങൾ സന്തോഷിക്കുന്ന കാലം വന്നാലേ ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടൂ. നമ്മൾ ആരും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ചേച്ചി ഞാനും ഒക്കെ ശ്രമിക്കുന്നേ. സിദ്ധു, കെവിൻ പറഞ്ഞത് നിസ്സാരമായിട്ട് എടുക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് മധുരയിൽ പോണം. നന്ദൻ അവിടെ ഉണ്ടാവും. എന്റെ പ്രഭയെ വെറുതെ മണ്ടത്തരം പറയാതെ. സിദ്ധു, അവൻ അമ്പലത്തിലേക്ക് ഇടയ്ക്കൊക്കെ പോകുന്നല്ലാണ്ട്
ഇവിടുന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകാൻ മാത്രമുള്ള ഭക്തിയൊന്നും അവനില്ല. തൊഴാനായിരിക്കില്ലെങ്കിലോ? ധൈര്യം കിട്ടിയ കുറിപ്പ് കണ്ടില്ലേ? ജീവിതം അടുത്ത രീതിയിൽ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. താൻ അകലെ കൂട്ടി ചുറ്റിക്കെട്ടി പറയണ്ട. അവൻ ആത്മഹത്യ ചെയ്യാൻ പോയെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? അവന്റെ മരണത്തെ കുറിച്ച് പോലും ഇത്ര നിസ്സാരമായിട്ടാണോ സിദ്ധു ചോദിക്കുന്നത്? താനല്ലേ നിസ്സാരമായിട്ട് പറയുന്നത്? ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ മധുര വരെ പോകുന്നതിനാ? ഒന്ന് നിർത്ത് സിദ്ധു. താൻ എന്നോട് തട്ടിക്കയറുന്നതിനാ? അർത്ഥമില്ലാതെ ഓരോന്ന് പറയുമ്പോ മറുപടിയും ആ രീതി തന്നെ ആയിരിക്കും. എനിക്ക് മനസ്സിലായി, അവൻ ഒഴിഞ്ഞു പോയാ മതിയെന്ന്. എന്തുകൊണ്ടോ സിദ്ധുവും ആഗ്രഹിക്കുന്നില്ലേ? അവന്റെ പേരിലെ കേസുകൾ സിദ്ധുവിന്റെയും ദേവികയുടെയും രാഷ്ട്രീയ ഭാവിക്ക് കുഴപ്പമാവുമെന്ന് കരുതുന്നു അല്ലേ? ആ, അങ്ങനെ കരുതുന്നു. തീർന്നില്ലേ? കുറച്ചുകൂടി വേഗത്തിൽ പോ മുരളിയേട്ടാ. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിക്കോ. കുറെ നേരമായിട്ട് ദേവിക ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് പറയുന്നു. ചെല്ലേണ്ട സ്ഥലം കൃത്യമായിട്ട് പറയുന്നുമില്ല. ആദ്യം നെടുമങ്ങാട് ചെല്ല്. അവിടുന്ന് എങ്ങോട്ടാണെന്ന് അവിടെ എത്തുമ്പോ ഞാൻ പറഞ്ഞ പോരെ? കുറച്ചുകൂടി വേഗത്തിൽ പോട്ടെ മുരളിയേട്ടാ. ഇതിലും വേഗത്തിൽ ഇനി എങ്ങനെ പോകാനാ ദേവിക? സാധാരണ സ്ലോ സ്ലോ എന്നാ പറയാറ്. ഇതിപ്പോ നേരെ തിരിച്ച്. എല്ലാ കാര്യത്തിനും സമാധാനമുണ്ടെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ട് ഇതിപ്പോ ദേവികയുടെ സമാധാനമാണല്ലോ പോയിരിക്കുന്നത്. ദേവിക എന്താ മറുപടി പറയാത്ത? ഇപ്പൊ അതിനൊന്നും സമയമില്ല. ശരി, ഞാൻ മാക്സിമം സ്പീഡിൽ പറപ്പിക്കാൻ പോവാ.